ഹായ് എല്ലാവർക്കും സ്റ്റാർവേ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളെ അറിയിക്കുന്നത് എന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ ഞാൻ 2 പേരാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ആ ഒരു പൈല് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ടാരറ്റ് റീഡിങ് കാണുന്നവർക്ക് ഇതെന്താണെന്ന് പോലും അറിയത്തില്ലായിരിക്കാം. അപ്പം നമ്മൾക്ക് കാർഡ്സ് എന്താണോ കാണിക്കുന്നത് അതനുസരിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം കാണുന്ന എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. ഇപ്പം എൻ്റെ ഈ ഒരു വീഡിയോ 100 പേര് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 100 പേരുടെയും ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ 3-4 പേർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് റെസനേറ്റ് ആകത്തുള്ളൂ. കാരണം അവർ ആ ഒരു സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ 80% റെസനേറ്റ് ആകത്തുള്ളായിരിക്കാം, അല്ലെങ്കിൽ 50% റെസനേറ്റ് ആകത്തുള്ളായിരിക്കാം, അല്ലെങ്കിൽ 20% വരെ റെസനേറ്റ് ആകുന്ന ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സ് ആ ഒരു പോയിന്റ് മാത്രമേ നിങ്ങളെ ആ ഒരു സമയത്ത് അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഒരു തമ്പനയിൽ കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റെങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ആകാതെ ഇരിക്കില്ല കേട്ടോ. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആകുന്നത് ആ ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, അല്ലാത്തെല്ലാം വിട്ടുകളഞ്ഞേക്കുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പൈല് ചൂസ് ചെയ്തോടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് 5 of Cups ആണ്. ഇതിലൂടെ കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ലോസ്, അതായത് നഷ്ടം സംഭവിച്ചതായിട്ട് കാണിക്കുന്നു. ആ ഒരു ലോസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതിയിട്ടില്ല. ബിക്കോസ് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ആ നഷ്ടമായ കാര്യത്തിനോട് എന്നാണ് കാണിക്കുന്നത്. അതിപ്പോൾ ഒരു പേഴ്സൺ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനും ആകാം കേട്ടോ. ഇപ്പോൾ റിലേഷൻ ബേസ് പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് സെപ്പറേഷനിലാണെന്ന് കാണിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇങ്ങനൊരു സെപ്പറേഷൻ വരുമെന്നുള്ളത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. അതുപോലെ മാരേജ് കഴിഞ്ഞവരാണെങ്കിൽ ഡിവോഴ്സിലാണെന്നോ അല്ലെങ്കിൽ പിരിഞ്ഞ് നിൽക്കുകയായിരിക്കും. ഇനി കരിയർ വൈസ് പറയുവാണെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വഴി പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അതുമല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും നഷ്ടമായിട്ടുണ്ടാകാം. എന്തായാലും ഈ ഫസ്റ്റ് പൈല് ചൂസ് ചെയ്ത മജോറിറ്റി ആൾക്കാരും ഒരു ലോസിലൂടെ അല്ലെങ്കിൽ ലൈഫിൽ ചില നഷ്ടങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നു. ഇനി ഈ പൈല് ചൂസ് ചെയ്ത ആരെങ്കിലും ഇപ്പോൾ ഹാപ്പി ആയിട്ടാണ്, പ്രത്യേകിച്ച് ലോസ് ഒന്നും വന്നിട്ടില്ല ലൈഫിലെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് പൈല് വാച്ച് ചെയ്യുക കേട്ടോ. ഇവിടെ കിട്ടിയിരിക്കുന്ന അടുത്ത കാർഡെന്ന് പറയുന്നത് 7 of Pentacles ആണ്. ഞാൻ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ നഷ്ടം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെന്ന്. എന്നാൽ ആ നഷ്ടമായ കാര്യത്തിന് വേണ്ടിയിട്ട് മജോറിറ്റി ആൾക്കാരും, അതായത് 70% ആൾക്കാരും തിരിച്ചു കിട്ടാൻ വെയിറ്റിങ്ങിലാണെന്ന് കാണിക്കുന്നു. അതായത് ഇപ്പോൾ റിലേഷൻ വൈസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്കപ്പിലൂടെയാണെന്നുണ്ടെങ്കിൽ കടന്നു പോകുന്നെങ്കിൽ ഈ ഒരു പേഴ്സൺ തിരികെ വരുന്നതിനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകാം. ആ പേഴ്സണെ നിങ്ങൾ നിരന്തരം ചേസ് ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളുടെ വില കളഞ്ഞ് ആ പേഴ്സൻ്റെ മുന്നിൽ കെഞ്ചിയിട്ടുണ്ടാകാം. അതായത് ഒരുപാട് എഫേർട്ട് നിങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടാകാം. എന്നാൽ ഫൈനലി നിങ്ങൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായിട്ട് വരെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കരിയർ വൈസ് പറയുവാണെങ്കിൽ നഷ്ടമായ ജോലിയേക്കാൾ ബെറ്റർ ഓപ്ഷനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ പേഷ്യൻസ്, അതായത് ക്ഷമ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള യൂണിവേഴ്സിൻ്റെ പരീക്ഷണമായിട്ട് ഇത് കാണിക്കുന്നു. സോ ഈ കഴിഞ്ഞിടയ്ക്ക് വല്ലതുമാണ് നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ലോസ് സംഭവിച്ചതെങ്കിൽ പേഷ്യൻസോട് കൂടി, അതായത് ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യുക എന്ന മെസ്സേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ആർക്കൊക്കെ വേണ്ടിയുള്ള സ്പെസിഫിക് മെസ്സേജാണ് കേട്ടോ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന മാത്രം എടുക്കുക. അടുത്തത് 6 of Pentacles എന്ന കാർഡാണ്. നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള ഒരാളായിട്ട് കാണിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കും, സ്നേഹമായാലും അല്ലെങ്കിൽ മറ്റെന്ത് സഹായമായാലും ഒരു മടിയുമില്ലാതെ ചെയ്യുന്ന ആളായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന പോലെ തിരിച്ച് കിട്ടാറുമില്ലായിരിക്കാം.
എന്നാൽ ഇനി വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ബിക്കോസ് നമുക്ക് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഫൈനലി നിങ്ങളുടെ സമയം മാറി വരുന്നു എന്ന് കാണിക്കുന്നു. ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു. സോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നിങ്ങൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായി നീതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായതിന് തിരികെ ലഭിക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ ടൈം അടുക്കാറായി എന്ന് കാണിക്കുന്നു. അല്ലാത്തവർ ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ബോട്ടം എനർജിയിൽ കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ ന്യൂ ബിഗിനിങ് വരുന്നതായിരിക്കും, അതും സ്റ്റെബിലിറ്റിയോട് കൂടി. അതുപോലെ 3 ഓഫ് വാൻസും ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ നമുക്ക് ഏസ് ഓഫ് വാൻസും ഉണ്ട്. അതും ന്യൂ ബിഗിനിങ്ങിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആണ്. 3 ഓഫ് വാൻസ് എന്ന് പറയുന്നത് ഇത്ര നാളും നിങ്ങൾ എഫേർട്ട് ഇട്ട കാര്യത്തിന് ഉടനെ തന്നെ ഒരു ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ പാൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഡിവൈൻ ടൈമിലേക്ക് കുറച്ച് ദൂരം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് കാണിക്കുന്നത്. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരികെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. താങ്ക് യു. ഇവിടെ നമുക്ക് സെക്കൻഡ് പൈലിൽ ചൂസ് ചെയ്തവർക്ക് ഏതൊക്കെ കാർഡ് കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളിലേക്ക് ഉടനെ തന്നെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നതായിട്ട് കാണിക്കുന്നു. അതും വളരെ പോസിറ്റീവായിട്ട്. അതൊരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ തിരിച്ചുവരവായിരിക്കാം. ഇനി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ സോൾമേറ്റ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് ആകാം. എന്തായാലും നിങ്ങൾക്കത് വളരെ സർപ്രൈസ് ആയിരിക്കും എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് വാൻസ് ആണ്. ഇവിടെ ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും, ഇപ്പോൾ നിങ്ങൾ ഒരു സെപ്പറേഷനിൽ അല്ലെങ്കിൽ ബ്രേക്കപ്പിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഡിസ്റ്റൻസിലാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് വരുന്നതാകാം. ഇതെന്തായാലും നിങ്ങളുമായിട്ട് മുൻപ് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന, എന്നാൽ നിങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അതായത് വഴക്കുണ്ടാക്കി പോയ ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്നു. ഈവൻ ഇതൊരു ഫ്രണ്ടും ആകാം കേട്ടോ. ഇത് റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല, ബട്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി അനുസരിച്ച് മജോറിറ്റി ആൾക്കാരും, അതായത് ഒരു 70% ആൾക്കാരും ബ്രേക്കപ്പ് ആയി പോയ അല്ലെങ്കിൽ തീർത്തും സെപ്പറേഷനിൽ പോയ നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫർ ചെയ്യാനായിട്ട് വരുന്നത്. അതും നിങ്ങൾ പോലും ഓർക്കാത്ത ടൈമിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ വരുന്നത്. ഇവിടെ നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് വാൻസ് ആണ്. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു കപ്പ് ഓഫർ ചെയ്യാൻ മാത്രമല്ല ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോട് കൂടിയാണ് തിരികെ വരുന്നത്. ഇവിടെ മാരേജ് പോസിബിൾ ആയിട്ടുള്ളവർക്ക് ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു മാരേജ് പ്രപ്പോസൽ പ്രതീക്ഷിക്കാം. അല്ലാത്തവർക്ക്, അതായത് ഓൾറെഡി ഇപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വൈഫൊക്കെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ അവർ തിരികെ വന്ന് വീണ്ടും പഴയതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റോട് കൂടി മുന്നോട്ട് പോകാമെന്ന് അവർ ഓഫർ ചെയ്യുന്നതായിരിക്കാം. 6 ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ വിക്ടറിയാണ്, അല്ലെങ്കിൽ സക്സസ് ആണ് കേട്ടോ. നിങ്ങളുടെ ഭാഗത്തേക്ക് വിക്ടറി വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്ന ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് 9 ഓഫ് കപ്സ് ആണ്. ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, അതായത് ആഗ്രഹ സാഫല്യമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാകാം നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുന്നത്. സോ നിങ്ങളുടെ വിഷ് ഇവിടെ ഉടനെ തന്നെ ഫുൾഫിൽ ആകുന്നതാണ്. ഇനി റിലേഷൻഷിപ്പ് എല്ലാം മറ്റെന്താണെങ്കിലും ആ വിഷ് നിങ്ങൾക്ക് നടക്കുന്നതായിരിക്കും കേട്ടോ. ബോട്ടം എനർജിയിൽ കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങളിലേക്ക് സ്റ്റെബിലിറ്റി വരുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് 10 ഓഫ് കപ്സും ഉണ്ട്, അതിൻ്റെ താഴെ തന്നെ 7 ഓഫ് വാൻസും ഉണ്ട്. നിങ്ങളുടെ അടുത്തൊരു ബൗണ്ടറി വെച്ച് ഒരു ഡിഫെൻസീവ് മോഡിൽ നിന്നുകൊണ്ട് നിങ്ങളോട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി പോയ ആ ഒരു പേഴ്സണുമായുള്ള ഒരു റീയൂണിയൻ ഇവിടെ വ്യക്തമാണ്. 10 ഓഫ് കപ്സ് പറയുന്നത് ഹാപ്പി ഫാമിലിയാണ്. അവരത് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ലായിരുന്നു, ബട്ട് യൂണിവേഴ്സ് ഇവിടെ സെക്കൻഡ് ബൈയിൽ ചൂസ് ചെയ്തവരെ അറിയിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പം റെസനേറ്റ് ആയെങ്കിൽ അറിയിക്കണേ. താങ്ക് യു.